കോഴിക്കോട് വന്ന് എന്തെങ്കിലും പരിപാടി കിട്ടിയ ആൾക്കാർ പിന്നെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകില്ല. ഈ ഒരു പോർട്ട് റോഡൊക്കെ വഴി ചോദിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കഥ വെച്ച് നോക്കി. വാ മോനെ, ഞാനാക്കി തരാം. എല്ലാ നാട്ടിലത്തെയും വർത്തായ്ക്കും അലുവക്കും നമ്മളെ കോഴിക്കോടത്തും വ്യത്യാസം പറയും. എന്താ കാരണം അറിയോ? അല്ല, ഈ കാക്കന്മാരെന്ന് പറയണില്ലേ, ഈ കാക്കന്മാരെന്ന് പറയണത് ഒരു റോങ് വേണോ പോസിറ്റീവ് വേണോ? എഞ്ചിനീയറിംഗ് വിസ്മയം കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഈ താഴത്തുള്ള സ്ഥലത്ത് കൂടെ ബോട്ടിൽ വരും. ഇത് ഇതിന്റെ മുകളിലേക്ക് കയറും, ബോട്ട് എടുക്കും. അതിലൊരു ബോട്ട് ഉണ്ടാവും, അപ്പുറത്തിലും ഇവരൊരു ബോട്ട് ഉണ്ടാവും. ലോകത്തിൽ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ഇല്ല. ഹലോ, ഗുഡ് മോർണിംഗ് സ്കോട്ട്ലാൻഡ്. നമ്മളങ്ങനെ മലബാറി വേറെ റേഞ്ചിൽ പോയിക്കൊണ്ടിരിക്കണ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ അടുത്ത സ്കോട്ട്ലാൻഡ് വിശേഷങ്ങളും, നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് സ്കോട്ട്ലാൻഡിൽ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇറങ്ങി. ഇന്നലത്തെ ചിക്കനും ചീരച്ചക്കനുണ്ട് പവറല്ലേ, ചീരച്ചക്കനും അതുപോലെ ബണ്ണൊക്കെ കഴിച്ച് നമ്മൾ പതുക്കെ നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിട്ടാ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഹോസ്റ്റൽ കാഴ്ചകളൊക്കെ കാണിച്ചിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടോളൂ. അപ്പോൾ നമ്മളിന്ന് യൂണിക്കായിട്ടുള്ള എന്തെങ്കിലും കാഴ്ചകൾ കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും വെറൈറ്റി പിടിക്കണമെന്ന് എന്തായാലും കാണിച്ചിരിക്കും. നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിൻ പിടിച്ച് നിങ്ങളത് സംഭവം കാണിക്കാനായിട്ട് നമ്മൾ പോവാണ്. ഇന്നത്തെ ട്രാവലിസ്റ്റാർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നടന്ന് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരികണ്ട. ടിക്കറ്റ് എടുക്കണം നമുക്ക്. കാമിലോൺ എന്ന സ്ഥലത്തേക്കാണ് പോകണ്ട കേട്ടോ. കാമിലോൺ സ്റ്റേഷന് മുമ്പിൽ തന്നെ എന്താ നമ്മുടെ പ്ലേസ് മാർക്കറ്റ്. ഇത് മാർക്കറ്റിലേക്ക് പോകണ വഴിയാണ്. പക്ഷേ ഇവിടുത്തെ അറേഞ്ച്മെൻ്റ് ആണ്. നിങ്ങൾ കഫേ അറേഞ്ച് ചെയ്തിരിക്കണം കേട്ടോ. ബിയറും കോഫിയും എല്ലാ സംഭവങ്ങളാണെങ്കിൽ ഒരു കഫേ ഒരു അറേഞ്ച് ചെയ്തിരിക്കണ. ഒരു ഗ്രീൻ ബുക്കിലായിരുന്നു നമ്മുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ഉണ്ട്. അത് കമ്മിങ്സ് ആണ്. പക്ഷേ ആ ടച്ച് അവർ കൊടുത്തിട്ടുണ്ട് അവിടെ. നമുക്ക് എഡിൻബറ റെയിൽവേ സ്റ്റേഷനിലേക്ക് പതുക്കെ ക്രോസ് ചെയ്യാം. നമുക്ക് ടിക്കറ്റ് എടുക്കണ്ട. ടിക്കറ്റ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 9 പൗണ്ടോളാണ് അങ്ങോട്ട് യാത്ര. 2 പേർക്ക് 18 പൗണ്ട്. നമ്മൾ ഏത് പ്ലാറ്റ്ഫോം നോക്കണം. നമുക്ക് നമ്മുടെ ട്രെയിനിന് ഒരു 15 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ വരും കേട്ടോ. അന്നത്തെ കാലത്തൊക്കെ ഇത് പണിതുണ്ടാക്കിയ എല്ലാവരും മൈൻഡ് സെറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ. മുകളിൽ ഗ്ലാസ് വെളിച്ചം, നാച്ചുറൽ വെളിച്ചം കിടക്കണു. പാലങ്ങൾ, അതിന് മുകളിലൂടെ ആൾക്കാർ പോണു, വരുന്നു, ഇറങ്ങണു. യൂറോപ്പിൽ വരുമ്പോൾ ഉള്ള ഒരു വലിയൊരു കാഴ്ചടാ. നമ്മുടെ 11ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് പോകണ്ടേടാ. നമ്മുടെ ട്രെയിൻ കയറി ഇവിടെ ഇരിക്കണേ. നമ്മൾ കേമലോണിലെത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പവറിലേക്കാ ഒരു മഹാസംഭവം കാണാൻ റെഡി അല്ലേ? റെഡി. അപ്പോൾ ഈ പേര് പോലെ തന്നെ നമ്മൾ കാണാൻ വന്നിട്ടുള്ള ആ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഫോൾക്രിക് വീല് കാണാൻ നമ്മൾ വന്നിരിക്കുന്നത്. അതെന്താണ് എങ്ങനെയാന്നൊക്കെ നമുക്ക് അടുത്തെത്തുമ്പോൾ പറയാലൊക്കെ. അതൊരു കിർക്കാണ്. ഒരു ഫാൾ ക്രിക്ക് പരിപാടിയാണ്. ഒരു ക്രിക്കറ്റിന്റെ പുറത്തുണ്ടായ സംഭവമാണ് ഈ ഫോൾ ക്രിക്ക് വീല്. ഒട്ടുമിക്ക ആൾക്കാരൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ടൂറിസ്റ്റ് ലൊക്കേഷൻസ് അധികമൊന്നും എടുക്കാറില്ലെങ്കിലും അതൊരു വിസ്മയമായതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഇത് വിസിറ്റ് ചെയ്തേ പറ്റും എന്നുള്ളൊരു സാധനം എടുത്താട്ടെ. അപ്പോൾ നമ്മൾ ഫോൾ ക്രിക്ക് വീല് കാണാനായിട്ട് അന്തം വിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ കണ്ട വേറൊരു കാഴ്ചയായിട്ട് നോക്കിയാൽ മരത്തന്മാർ 1995 ഇത് എന്തായിരിക്കുക? അത് മരത്തിൻ്റെ എണ്ണം. അതെ, ഇവിടെ എല്ലാ മരത്തിനും കൗണ്ടിങ് ഉണ്ട് കേട്ടോ. നമ്മൾ ഒരിക്കലും ഇവിടെ മരം മുറിച്ച് കൊണ്ടുപോകുന്ന പരിപാടികളെ പറ്റിയിട്ട് ആലോചിക്കണ്ട. നഷ്ടപ്പെട്ട വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു മരം നഷ്ടപ്പെട്ട വിവരം തിരിയും. അതെ, 1996 കേട്ടോ. നമ്മളവിടെ എത്തുമ്പോഴേക്ക് എത്ര ആയി എന്നുള്ളത് 3000 ഇപ്പോൾ ഒരു വലിയൊരു ഫീൽഡിൻ്റെ ഉള്ളിൽ ഇവിടെ നമ്മൾ നടന്നു പോണത്. ഈ ഫീൽഡ് ഇങ്ങനെ നടന്നിട്ടാണ് ആ ഒരു വിസ്മയം നമ്മളെ കാത്തിരിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ അരമണിക്കൂറത്തെ
നടത്തിയതിന് ശേഷം നമ്മൾ ഫാൾ ക്രിക്ക് വീൽ എന്ന അത്ഭുതം കാണാനായിട്ട് എത്തി നിൽക്കുമ്പോഴില്ലേ നിങ്ങൾക്കൊരു സാധനം അകലെ കാണാണ്ട കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സാധനം ഇതെന്തൊരു വലിയ വിസ്മയമൊന്നല്ല നീ പറഞ്ഞ പോലെ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഒരു സാധനത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ കഥ പറയാൻ ആലോചിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ ഫാൾ ക്രിക്ക് വീലിലേക്ക് നമ്മളിങ്ങനെ പതുക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫാൾ ക്രിക്ക് വീലും നമ്മൾ നേരെ മുമ്പിൽ കാണട്ടാ. അയ്യോ കാണാൻ പറ്റാത്ത പ്രശ്നമായില്ലോ അല്ലേ, കയറാൻ പറ്റാത്തത് ഫാൾ ക്രിക്ക് വീൽ. ആ ആ ആ ഇതാണ്ടോ ഇവിടെ ഫുള്ള് അവിടെ ആഴം കൂട്ടിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് അവര് അല്ലേ, വെള്ളത്തിൽ ഇതിലാണ്ട് ബോട്ട് കിടക്കണ അല്ലെങ്കിൽ വണ്ടിയൊക്കെ കയറി പോണ വഴിയാണ് നമ്മൾ കാണാറ്. നോക്കിയത് കണ്ട് നമ്മുടെ ടൂറിസ്റ്റേഴ്സിന് വരുമ്പോൾ കയറുന്ന ബോട്ടിന് നമ്മുടെ മുമ്പിൽ കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു മെയിൻ്റെനൻസ് വർക്ക് നടക്കണത് കാരണം ഇതിപ്പോൾ ഓപ്പൺ അല്ലടാ. ഈ ഫാൾ ക്രിക്ക് വീലിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഫാൾ ക്രിക്ക് വീൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എന്താ പറയുക എഞ്ചിനീയറിംഗ് വിസ്മയം കാണാനാണ് നമ്മളിപ്പോൾ ഇവിടെ വരെ വന്നതെങ്കിലും നമുക്ക് കയറാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ പറ്റി ഒരു ചെറിയൊരു നമുക്കറിയണ കാര്യത്തിൽ തെറ്റും കുറവുകളൊക്കെ ഉണ്ടാവട്ടോ. എന്നാലും നിങ്ങൾക്ക് കൂടുതൽ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞോളൂ. ഈ ഒരു ഫാൾ ക്രിക്ക് വീൽ എന്ന് പറയുമ്പോൾ ലോകത്തിൽ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ഇല്ല. ബോട്ട് ഷിഫ്റ്റ് ചെയ്യണ ഒരു വീലോ അല്ലെങ്കിൽ ഒരു ബേസോ അല്ലെ. നമ്മൾ പനാമ കനാല് പോലെ ഒരുപാട് കനാലുകളെ പറ്റി കേട്ടിട്ടുണ്ട്. പനാമ കനാൽ എന്ന് പറഞ്ഞൊരു വേറൊരു എഞ്ചിനീയറിംഗ് വിസ്മയം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അത്ഭുതമാണ്. അതേപോലെ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം അല്ലെങ്കിൽ മാത്തമാറ്റിക് എഞ്ചിനീയറിംഗ് അത്ഭുതം വെള്ളത്തിന്റെ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് നമ്മൾ ഈ താഴത്തുള്ള സ്ഥലത്ത് കൂടെ ബോട്ടിൽ വരും, ഇത് ഇതിന്റെ മുകളിലേക്ക് കയറും ബോട്ട് എടുക്കും. അതിലൊരു ബോട്ട് ഉണ്ടാവും, അപ്പുറത്തിലും ഇവരൊരു ബോട്ട് ഉണ്ടാവും. അതെ, എന്നിട്ട് ഈ ഹൈറ്റിൽ നിന്നാണ് പിന്നെ വെള്ളം, ആ ഹൈറ്റിൽ നിന്ന് വെള്ളം പോവാണ്. പിന്നെ വെള്ളമാണ് ബോട്ടിംഗ്. ആദ്യം ഇവിടെ അടുത്തൊന്നും കനാലുണ്ടായിരുന്നു. പക്ഷെ ഇവര് ഈ പാലം ഉണ്ടാക്കിയിട്ട് ഒരു സ്വല്പം അങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു കനാല് പോണത് അങ്ങോട്ട് എത്തിക്കണവര്. ഈ പനാമ കനാലിന്റെ കഥ എങ്ങനെ തന്നെയാണ്. നമ്മൾ വന്നിട്ട് ഹൈറ്റിന് പക്ഷെ ഇങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷൻ ഇവിടെ മാത്രമല്ലോ, ലോകത്തിലില്ല ഈ രീതിയിലുള്ള. ഇംഗ്ലണ്ടിൽ 1-2 സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞാൽ സെയിം വലുപ്പത്തിലില്ല തോന്നുന്നല്ലേ, ചെറിയ സിസ്റ്റം ഉണ്ട്. ഇത് ഈ സിസ്റ്റം ഇവിടെയാണ്. ഈ ഒരു കനാലിന്റെ ഈ സിസ്റ്റത്തില്ലേ 35 മീറ്ററോളം ഹൈറ്റ് വരണം. നോക്കിയാ 35 മീറ്ററോളം ഹൈറ്റ്. ഇത് 2002 ഇതിന്റെ പണി കഴിഞ്ഞത് $20 മില്യൺ ശരിക്കും ഈ ഒരു കനാലിന് വേണ്ടിയിട്ട് അവർ ചിലവാക്കിയതിട്ടാണ്. അത് കാണാനായിട്ട് 5 മില്യൺ ആൾക്കാർ ഈ കണ്ട 22 വർഷത്തിനുള്ളിൽ വന്നു. അപ്പോൾ ഈ ഒരു തവണ ഈ ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ കനാലിൽ കൂടെ നമുക്ക് ഇങ്ങനത്തെ ബോട്ടിൽ പോകാനായിട്ട് ഏകദേശം 17 പൗണ്ടാണ് വരുന്നത്, ഏകദേശം 2000 രൂപ. അപ്പോൾ 5 മില്യൺ ആൾക്കാർ ഇത് കാണാനായിട്ട് വന്നു. ഇത് കാണാനായിട്ട് അല്ലെങ്കിൽ ഇത് കയറാനായിട്ട് 17 പൗണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യാം. 5 മില്യൺ അല്ലേ, 5 × 17. അപ്പൊ ഈ മില്യൺ 85 മില്യൺ 20 മില്യൺ ചെലവാക്കിയ സാധനത്തിന് 85 മില്യൺ വന്നു അല്ലേ ഓൾറെഡി. അതെ, 5 മില്യൺ അതെ, ബാക്കി ഇപ്പൊ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കട്ടോ. ഇത് ലൈവായിട്ടിരിക്കുമ്പോൾ ഇത് തിരിയുമ്പോഴൊക്കെ ഇവിടെ തൊട്ടപ്പത്തിരുന്ന് നമുക്ക് ചായയും ഇതിനുള്ളൊക്കെ കഫേയും സംഭവങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ഇതൊരു അടിപൊളി കാഴ്ച തന്നെയാണ് നമ്മൾ കയറിയത്. പക്ഷെ നമുക്ക് കാണാൻ പാകില്ല. എപ്പോഴെങ്കിലും നമുക്ക് വണ്ടിയൊക്കെ കൊണ്ടുവരുമ്പോൾ എന്തായാലും നമ്മൾ റൂട്ട് പിടിക്കില്ലോ, ഓവർലാൻഡിങ് റൂട്ട് എന്തായാലും പിടിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യാം. അത് പണിത് ആ റേഞ്ചാണ്. നിങ്ങൾ പണിത് ഒരു സർക്കിൾ കണ്ട അതിൻ്റെ ഉള്ളിൽ നമ്മൾ പോണതെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് ആ പാലത്തിന്മ തന്നെ ആ സർക്കിളിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊരു എന്താ പറയുക ആർക്കിടെക്ചറൽ മൈൻഡ് സെറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയാണെങ്കിൽ ഇപ്പുറത്തും ഒരു ഗ്ലാസ് എഞ്ചിനീയറിംഗ് അവിടെ പണിത് വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റാത്ത വിഷമത്തിൽ നമ്മൾ തിരിക്കാട്ടോ പതുക്കെ ഇല്ലേക്കാ. നമുക്കൊന്ന് ടോയ്ലറ്റിക്ക് പോയിട്ട് പോയാലോ. ശരിക്കും നമ്മള് അത്രയും പ്രതീക്ഷയോട് കൂടിയിട്ടാണ്. അതിന് മുകളിൽ കയറി 17 പൗണ്ടാണ് ഒരാൾക്ക്. എന്നാലും കുഴപ്പമില്ല, അതിന് മേലെ കയറി ഇങ്ങനെ നമുക്ക് ട്രാവൽ ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ അത് പറ്റിയില്ലടാ. അവിടെ അടച്ചിട്ടുണ്ടെങ്കിലേ ഇവിടെ അടച്ചിട്ടില്ല കേട്ടോ. ടൂറിസ്റ്റ് സെന്ററിൽ അല്ലെങ്കിൽ ആ സ്ഥലത്തിലെ മാർക്കറ്റ് ചെയ്യുന്ന രീതിയാണ്. നിങ്ങൾ ഇത് കണ്ട ഇത് വീൽ ഹുക്ക് ലൈക്ക് റീക്കേജ് ഓഫ് ഗ്രൗണ്ടഡ് വെയിൽസ് ആണ്. ഭയങ്കര സംഭവമാണല്ലേ. എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഇത് ഭയങ്കര ഒരു കാഴ്ചയായിരിക്കട്ടെ. അത് അന്ന് പണിയണ സമയത്തുള്ള ആ വിഷ്വലൊക്കെ അവർ കൊടുത്തിട്ടുണ്ടാ. ഇത് കണ്ടോ ഐക്കൺ ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയണടാ. ഒരു എഞ്ചിനീയറിംഗിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള സംഭവം. പീക്കായിട്ടുള്ള സംഭവമാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ വേണ്ട അതിൻ്റെ ബുക്കും അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടായിട്ട് വായിക്കട്ടാണെങ്കിൽ. ഇതിനുള്ളിൽ നോക്കുമ്പോഴും നമുക്ക് കാണാം കേട്ടോ. പക്ഷെ അത് ലൈവായിരുന്നെങ്കിൽ സ്വല്പം കൂടി പവർ ആയാനേട്ടാ. ഇതിൻ്റെ ആ മാത്തമാറ്റിക്സ് അവർ കാണിക്കേണ്ടത് എങ്ങനെയത് ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം. 1763 ഇതിൻ്റെ പണികൾ അല്ലെങ്കിൽ ഇതിനെ പറ്റിയൊക്കെ ചിന്ത തുടങ്ങിയിട്ടുണ്ടാകും. രണ്ടും കളക്ട് ചെയ്യണത് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യം കേട്ടോ. അങ്ങനെ 2002 ഈ വീരുന്ന അല്ലെങ്കിൽ ഈ ഒരു വർക്ക് എല്ലാവർക്കും സ്വപ്ന യാഥാർത്ഥ്യമായി എന്ന് പറയാം കേട്ടോ.
അപ്പോൾ നമ്മൾ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞാൽ വരി വരിയായിട്ട് ബോട്ടുകൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അവിടെ. നമ്മൾ നടന്നു പോകുന്ന പാലുണ്ടല്ലോ, ഈ പാലം പതുക്കെ പൊന്തുട്ടോ. ബോട്ടുകൾ വരുമ്പോൾ പൊന്തും, ഇതെല്ലാം അങ്ങോട്ട് പോവും. അവിടെ നിന്ന് ലെഫ്റ്റ് കയറിയിട്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കയറിയ തിരിഞ്ഞ് അത് നേരെ ഗ്ലാസ്ഗോ ഏരിയയിലേക്ക് പോട്ടാം. 300 വർഷം 250-270 വർഷം മുമ്പേ തീരുമാനിച്ച സാധനം 22 വർഷം മുമ്പാണ് അവർ പ്രവർത്തിയിലേക്ക് കൊണ്ടു കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എത്രയോ ലോങ് പീരീഡിലൊരു ആശയം ആലോചിച്ചുകൊണ്ടിരിക്കുക അല്ലേ. മലബാരി പറയാം, മനസ്സ് പറഞ്ഞ കോഴിക്കോടിനെ പറ്റി പറയുന്നുണ്ട്. എല്ലാത്തിനെ പറ്റി നമ്മൾ ചോദിക്കണം. ഇക്ബാൽ എന്ന് പറഞ്ഞ ആള് കോഴിക്കോട് കൊളുവള്ളി അല്ല, കൊളുവള്ളി അല്ല, എരണിക്കലുള്ള ഇക്ബാലിന്റെ അടുത്ത് ഇജ്ജ് കോഴിക്കോടുകാരനായി കഴിഞ്ഞാൽ അതെന്തൊരു സംഭവം? എന്താണ് കോഴിക്കോട്? അല്ല, കോഴിക്കോടിന്റെ പ്രത്യേകത എന്താ അറിയോ? നിങ്ങൾക്ക് മിഠായി തെരുവ് ഓക്കെ, ഒരു പ്രത്യേകതയാണ് കോഴിക്കോടിന്റെ. കോഴിക്കോടിന്റെ ആൾക്കാർക്ക് പ്രത്യേകത ഉണ്ട്. കോഴിക്കോടിന്റെ ബിരിയാണിക്ക് പ്രത്യേകത ഉണ്ട്. അറിയില്ല നിങ്ങൾക്ക്? ഇതൊക്കെ കോഴിക്കോടിന്റെ പ്രത്യേകത. മൊഹബത്ത് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട് കോഴിക്കോട്. മൊഹബത്ത്, അതാണ് കോഴിക്കോട്. നമ്മളെ കോഴിക്കോട്, നമ്മളെ മൊഹബത്ത് കോഴിക്കോട്. പിന്നെ കട്ടൻ ചായ, റാഫി സാബിന്റെ ഹിന്ദി സോങ്സ്. നമ്മൾ അവിടുത്തെ അമ്മാലിപ്പണി എടുക്കുന്ന, അതായത് നമ്മളെ പോർട്ടർ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഓട്ടോറിക്ഷക്കാര്, അങ്ങനെ നമ്മളൊരു സാധാരണ ആൾക്കാരുണ്ടാവില്ല ബീച്ചില് മീൻ പിടിക്കുന്ന ഭാഗങ്ങള്, വള്ളയിൽ ഭാഗങ്ങള്, ഇവിടെ ഒക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാല് അവിടെയുള്ള ആൾക്കാര് സത്യസന്ധമായിട്ട്, അതായത് 1-2 ആൾക്കാർ മിസ്റ്റേക്ക് അല്ല ടൈം. പൊതുവെ അവിടുത്തെ കൾച്ചർ എന്താ അറിയോ? ഒരു ചായ കുടിച്ചോളി നിങ്ങളെ കൊണ്ട് കുടിപ്പിക്കും. മനസ്സിലായില്ലേ? അങ്ങോട്ട് ഒരു ചായ നിങ്ങൾ കുടിപ്പിക്കാൻ പീഡിയ നടത്തുന്ന ആളല്ല. ഞാൻ തൊട്ടടുത്ത് വന്ന് നിങ്ങൾ ഹായ് എന്തൊക്കെന്നൊക്കെ ചോദിച്ചാല് ഒരു ചായ കുടിച്ചോ എന്ന് പറയും. അതേപോലെ തന്നെയുള്ള വേറെയും പ്രത്യേകത ഉണ്ട്. കുറച്ചുകൂടി ഒന്ന് പരിചയമായാല് നേരെ പയറുകളിലും റഹ്മത്തിലോ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു ബിരിയാണി വാങ്ങിക്കൊടുക്കും. ഇത് ഒറിജിനലി ഞാൻ പറയാണ്, ഒറിജിനൽ കോഴിക്കോട്ടുകാരോട് നിങ്ങൾക്ക് പെരുമാറുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട് പെരുമാറിക്കോളി ധൈര്യസമേതം. ഒരു 99% കോഴിക്കോട്ടുകാരും നിങ്ങളെ ചതിക്കേ അല്ലെങ്കിൽ ഉള്ളിൽ വേറൊന്നും വെച്ച് സംസാരിക്കുകയോ ചെയ്യില്ല. അവര് തുറന്ന് സംസാരിക്കുന്ന ആൾക്കാർ, മനസ്സോർക്കും. നമ്മളെ വൈരി. അപ്പൊ കോഴിക്കോടിനെ പറ്റി പറയുമ്പോ 100 നാവാണ് ചെക്കനെ. 100 നാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, നമ്മളെ നാട്ടിലെ ഓട്ടോറിക്ഷക്കാര്. നിങ്ങൾ ഒരു റേറ്റ്, ഇപ്പൊ റെയിൽവേ സ്റ്റേഷൻ, നിങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക്, ലോകത്തിലെ നിങ്ങൾ കേരളത്തിൽ എവിടെ ഇറങ്ങിയാലും അവിടെ മീറ്റർ ചാർജ് ഒരു 20 റുപ്യ 30 റുപ്യ ഇതാ വാങ്ങുക. മറ്റേത് 50-100 ഒക്കെ വാങ്ങൂലേ ഓരോ സ്ഥലത്ത്. കോഴിക്കോട് ഇല്ല. ഓട്ടോറിക്ഷക്കാര് പല സംഗതികൾ മറന്നു വെച്ച് പോയിട്ട് പലർക്കും കൊടുത്ത ചരിത്രമുണ്ട്. അപ്പൊ അവിടുത്തെ ഓട്ടോറിക്ഷക്കാര് ഒരു ലോക്കൽ ബിഹേവിംഗ് ആണ്. പിന്നെ നിങ്ങൾ പോർട്ടർമാര് ഒരു വഴിയൊക്കെ ചോദിച്ചു നോക്കി, ഒരു പോർട്ടറോടൊക്കെ വഴി ചോദിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കഥ ചോദിച്ചു നോക്കി, വാ മോനെ ഞാനാക്കി തരാന്ന്, മോനൊരു ചായ കുടിക്കി ആദ്യം, എന്റെ ക്ഷീണം മാറ്റി. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തൃശ്ശൂരുകാർക്ക് ഇപ്പൊ നമ്മൾ തൃശ്ശൂരിലെ കോഴിക്കോട് എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് ബിരിയാണിയാണ്, അതേപോലെ മിഠായി തെരുവാണ്, അല്ലെങ്കിൽ ഭക്ഷണമാണ്, അല്ലെങ്കിൽ സ്നേഹമാണ്. എന്തുകൊണ്ടാണ് ഇത്? മനുഷ്യന്മാരുടെ പെരുമാറ്റം കൊണ്ടാണോ ഈ ബിരിയാണി ടേസ്റ്റ്? നമ്മൾ അവിടുത്തെ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് മുതലേ നമ്മൾ മിങ്കിൾ ചെയ്തിട്ട് ആൾക്കാർ നമ്മളെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സ്നേഹം തന്നെ, സംസാരത്തിൽ തന്നെ നമ്മളൊരു സ്നേഹമുണ്ട്. ഞാനല്ല പറയണ, നമ്മളെന്ന് പറയണ, നിങ്ങൾ എന്ന് പറയുന്നതിനെ നമ്മൾ നിങ്ങൾ എന്നാ പറയാ. അപ്പൊ തൃശ്ശൂർ വന്നാൽ നീ എന്ന് പറയും, ഞാൻ എന്ന് പറയും. അത് പറയില്ല, നിങ്ങൾ ഗ്രൂപ്പ് ആവണം. ഗ്രൂപ്പ് അല്ല, അതൊരു റെസ്പെക്ട്. അതൊരു ഹൃദയം തുറന്നിട്ടുള്ള ഒരു കട്ടൻ ചായ, മുഹബത്തിന്റെ കട്ടൻ ചായ അങ്ങോട്ട് കൊടുക്കും. അവിടുത്തെ കോഴിക്കോട് വന്നവര് പോലില്ലല്ലോ, അറിയില്ല. കോഴിക്കോട് വന്ന് എന്തെങ്കിലും പരിപാടി കിട്ടിയ ആൾക്കാർ പിന്നെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകില്ല. എന്താ ബീച്ച്, നമ്മളെ ബിരിയാണി, നമ്മളെ സ്നാക്സ്, വൈകുന്നേരം ആയാൽ ബീച്ചിലെ കുറെ കാക്കാമാരിങ്ങനെ ആരായിട്ട് മോനെ എന്താ സുഖല്ലേ എന്നൊക്കെ ചോദിച്ചു നടക്കുന്ന ആ ഒരു ഫ്രീ മൈൻഡിന്റെ ആൾക്കാർ. ഈ കാക്കമാരെന്ന് പറയണില്ലേ, ഈ കാക്കമാരെന്ന് പറയണത് ഒരു റോങ് വേണോ പോസിറ്റീവ് വേണോ? അത് കാക്കമാര് എന്ന് പറയുന്നതിൽ പ്രത്യേകം എന്താ അറിയോ? ഇപ്പൊ നമ്മളാണ് കാക്കമാര്, നീ കാക്കമാര്, ഇപ്പൊ ഞാൻ തൃശ്ശൂരൊക്കെ നമ്മൾ അവര് കാക്കമാരാന്ന് പറയുമ്പോ അത് റോങ് ആയിട്ട് പോകണ്ട. റോങ് ആകല്ല, അതിന്റെ പ്രശ്നം ഉപയോഗിക്കുന്ന രീതിക്കാണ്. ശരിക്കും എങ്ങനെ അറിയോ? നമ്മൾ കാക്കാന്നാ വിളിക്കുക, അതാണ് ആ സാധനം. അതായത് എന്റെ മൂത്ത ആളില്ലേ, ഇപ്പൊ നമ്മള് ഷംസു എന്ന് പറഞ്ഞ ആളാച്ചോ, അല്ലെങ്കിൽ മുസ്തഫ കക്ക എന്ന് വിളിക്കാം. നമ്മള് റെസ്പെക്ട് ചെയ്ത് നമ്മൾ തന്നെ വിളിക്കും കാക്ക, വെറും കാക്കാന്ന് വിളിക്കും. നമ്മൾ പേരറിയാത്ത ഒരാളെ കാക്ക കാക്കാന്ന് പറഞ്ഞ് വിളിക്കും. ആ ഇക്കാക്ക എന്നുള്ള വിളി തന്നെയാണ് നിങ്ങൾ പറയുന്ന ഈ കാക്കാമാരെന്ന് ഉദ്ദേശിച്ചപ്പോ മുസ്ലിം അങ്ങനെ പറഞ്ഞില്ല. അതെ അതെ, കാക്കാമാരെന്ന് പറയുന്നത് മുസ്ലിം എന്നുള്ള കോൺസെപ്റ്റ് തന്നെയാണ്. കോഴിക്കോട് സിറ്റിന്റെ അകത്ത് അധികവും പിന്നെ കോഴിക്കോട് എന്ന് പറയുമ്പോ മതമില്ല, ജാതിയില്ല, ഒന്നുമില്ല, വേർതിരിക്കുന്നില്ല, സ്നേഹം കൂടുതലാണ്. എല്ലാരും വിശ്വാസം. അത് നമ്മുടെ തൃശ്ശൂരുണ്ട്, അത് വേറെ കേസ്. പക്ഷെ കോഴിക്കോട് പോകുമ്പോ നമുക്ക് അനുഭവപ്പെടാം. നമ്മൾ തൃശ്ശൂരില് ഞാൻ ഇത്രയും യാത്ര ചെയ്തിട്ട്
ഞാൻ പല സ്ഥലത്തും ഇപ്പൊ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും തൊട്ടടുത്ത ഒരാളുണ്ടെങ്കിൽ ചായ കുടിക്കുന്നൊക്കെ ഞാൻ ചോദിച്ചു പോകും. പക്ഷെ ചിലർക്ക് ഡിസ്റ്റർബ് ആയിട്ട് തോന്നും എന്നോട് ചായ കുടിക്കാൻ ചോദിക്കവന്. പക്ഷെ നമ്മളങ്ങനല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മക്ക് ഒരു ചായ വാങ്ങി കൊടുക്കുന്ന ഒരു സ്നേഹം, അത് നമ്മൾ അതിലൂടെയാണ് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്നത്. ഒരു സത്യത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഒരു സാധനം, ഒരു ചായ വാങ്ങി കൊടുത്താൽ എത്ര റുപ്യ നാട്ടിൽ പോകുന്നത്? 10 റുപ്യ, 15 റുപ്യ. ഈ 15 റുപ്യക്ക് ഒരു മനുഷ്യന്റെ സ്നേഹവും ആ ഒരു അറ്റാച്ചും കൊണ്ട് കയറി. അതാണ് നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞത്. അപ്പൊ പാരഗൺ ഹോട്ടലിൽ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുന്നത് കോഴിക്കോട്ടുകാരുടെ മൊഹബത്താന്ന് പറയുന്നത് കറക്റ്റ് തന്നെയാണ്. കോഴിക്കോടത്തെ മിഠായി തെരുവിൽ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും ഇഷ്ടമാണ്. അതൊക്കെ കേൾക്കുമ്പോ നമ്മുടെ ദുൽഖറിന്റെ പടം ഓർമ്മ കോഴിക്കോടിന്റെ കഥയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് കോഴിക്കോടുണ്ട്. ഇവരൊക്കെ നമ്മള് വീട്ടിലേക്ക് വിളിക്കലും സാധനം ഒരു ദിവസം ഭക്ഷണം നിനക്ക് തരണം നോക്കാം, അല്ലെങ്കിൽ അത് എത്ര ആൾക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞു എത്താൻ പറ്റാത്തതിന്റെ വിഷമമുണ്ട്. പക്ഷെ ഒരു ദിവസം നമ്മൾ കോഴിക്കോട് എത്തിട്ടാ. എല്ലാ നാട്ടിലത്തെയും വർത്തായ്ക്കും അലുവക്കും നമ്മളെ കോഴിക്കോടത്തും വ്യത്യാസം എല്ലാവരും പറയും. എന്താ കാരണം അറിയോ? എന്താ കാരണം? ഒറിജിനൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന സാധനം ഓയിൽ ഉപയോഗിക്കൂല, സത്യസന്ധമായി. ഇനി അത് കഴിഞ്ഞ് വർത്തായക, എന്താ വർത്തായക എങ്ങനെ അറിയാം? നമ്മളത് നൈസായിട്ട് കട്ട് ചെയ്യും, നൈസായിട്ട് കട്ട് ചെയ്തിട്ട് വെളിച്ചെണ്ണയിലേ വർക്കുള്ളൂ, അത് ഓയിൽ വർക്കൂല. അവിടെ ആ ടേസ്റ്റിനെ കൊണ്ടും കൂടിയാ, ആ ടേസ്റ്റ് ആണ്. അതുകൊണ്ടാണ് കോഴിക്കോടത്തെ വർത്തായ്ക്കും നൈസായിട്ടാണ് നമ്മളിത് ഉണ്ടാവുക. അതായത് കടിക്കുമ്പോ ഗുരുന്നൊന്നും ഉണ്ടാവില്ല, ഇക്ബാലിക്ക് ആദ്യം വിളിച്ചപ്പോ ഞാൻ അന്ന് ഞങ്ങളിപ്പോ പല രീതിയിൽ കളിയാക്കും, ഇജ്ജ് എന്താണ് അജ്ജത. ഞാൻ അന്നേ മുതല് ആദ്യം എനിക്കൊരു ചെറിയൊരു പേരുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പ്രശ്നം. പക്ഷെ നീ പറയടാന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയ്ക്ക് ഓപ്പണായിട്ട് ഇതൊക്കെ പറയാൻ പറ്റണേട്ടാ. എന്തായാലും ഇക്കാര്യം നമ്മുടെ ടീമിലേക്ക് വരാനും ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റിയതൊക്കെ ഇന്നിപ്പോൾ അവസാനത്തെ എപ്പിസോഡാണ്. അപ്പോൾ പ്രത്യേക സന്തോഷം നമുക്ക് എത്ര കാലമായിട്ട് ആഗ്രഹിക്കുന്ന അറിയാം, നിന്റെ കൂടെ ഒരു 2 ദിവസം യാത്ര ചെയ്യണം. എനർജി ഉണ്ടായിരുന്ന അടിപൊളി. എന്താ നീ പറയലോ, പിടിച്ചാ കിട്ടോ. എന്തായാലും നമ്മുടെ ഒരു പുതിയ യാത്രകൾ വരുന്നുണ്ട് ഇല്ലേ? അതെ, തീർച്ചയായിട്ടും നമ്മൾ ചെയ്യും, എന്തായാലും ചെയ്യും. കാരണം എന്താ പറയുക, ഈ എനർജി ടു എനർജി, ഡബിൾ എനർജി എന്ന് പറയും. ഇക്കൊരു എനർജി എനിക്ക് ഞങ്ങൾ നമ്മൾ കണക്ട് ആവാനായിട്ടുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് നിങ്ങൾ ഇത്ര നേരം കേട്ടില്ലേ, ആ ഒരു എനർജി ഉണ്ടല്ലോ, അത് പറയാതിരിക്കാൻ വയ്യ. പുള്ളിയുടെ ഒരു എനർജി ലെവൽ ഹെവിയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടേക്ക് ഏകദേശം തിരിച്ചെത്തണു. അങ്ങനെ കോഴിക്കോടൻ സംസാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ കാമലോൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമ്മൾ ട്രെയിൻ പിടിച്ച് നേരെ എഡംബർഗിലേക്ക് തിരിച്ചു പോകണു കേട്ടോ. ഇക്കാടെ ഫുഡ് പെട്ടി എപ്പോഴും ഉപകാരപ്പെടും നമുക്ക്. വെച്ചെന്ന് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആപ്പിള് നമ്മൾ തിരിച്ചെത്തിയിട്ടാ. അപ്പം ഇന്ന് വൈകിട്ട് 6:30 എനിക്ക് തിരിച്ച് എൻ്റെ സ്ഥലത്തേക്ക് പോകാൻ. ഇക്കയ്ക്ക് നാളെ രാവിലെ ഖത്തർ എയർവേസ് നാട്ടിലേക്ക്. ഞാനെന്തായാലും ഒരു 6:30 ആകുമ്പോൾ പറഞ്ഞ യാത്ര തിരിക്കും. അപ്പോൾ നമ്മൾ ആപ്പിൾ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ക്യാരറ്റ് കഴിക്കുന്നു ഗായ്സ്. കോഴിക്കോട്ടുകാരൊരു മുഖപത്ത് ഇക്ബാൽ മലബാറി വേണോ? വേണ്ട, ഇക്കരോ എനിക്ക് വേണം 1 മാസം ഞാൻ ട്രാവൽ ചെയ്ത് ഞാൻ വണ്ണം കുറയട്ടാ. ശരിക്കും വേണം കുറയാൻ ചാൻസ് ഉണ്ട്. 3 ദിവസമായിട്ടുണ്ടല്ലോ 15,000 സ്റ്റെപ്പ് മിനിമം ഒരു ദിവസം. 15,000 ഇവിടെ സ്റ്റെപ്പ് കാരണം നിങ്ങൾക്ക് അറിയാലോ, ഒക്കെ ഓരോന്നും മലരെ മുകളില. നമ്മളെ ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റി എനർജി ആവശ്യമുള്ളൂ, വേറെ ഒരു സാധനം ആവശ്യമില്ല. അതിന് എന്തൊക്കെ കൊടുക്കണം അത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മള് എഡിൻബർഗിനോട് വീട്ടാ പറയുന്നോട്ടോ, ഇന്നോടും എന്താ കഥ ഒറ്റയ്ക്ക് വിട്ട് അങ്ങോട്ട് പോവാണ്. ട്രെയിൻ 6:30 ഇപ്പൊ 6 മണി ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അരമണിക്കൂർ വലിയ സമയമല്ല. എവിടെയെങ്കിലും ഒരു പണി കിട്ടി അപ്പൊ സമയം പോകും. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മളൊരു ഇത്തിരി നേരത്തെ എത്തിയത് മാത്രം. നേരത്തെ പോയി നേരം പോകുകയില്ല. 6:30 പക്ഷെ ഇപ്പൊ തന്നെ വില തുടങ്ങിയിട്ടാവൂല്ലേ? 6:05 ആയിട്ടുള്ളോ ശരിക്കും. അപ്പൊ വിഷമിക്കാരൊന്നുമില്ല, ഞാൻ തിരിച്ചു വരും. എന്തെങ്കിലും കാണാൻ പറ്റാ? നമ്മളെന്ന് കാണാൻ പറ്റും. എന്തായാലും അടുത്ത യാത്രയ്ക്ക് കാണാം. ഞാൻ ട്രെയിനിൽ ഇനി യാത്ര ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് എത്ര നാളെ എത്തുള്ളൂ എനിക്കറിയാം. ഷുവർ.
നമ്മുടെ ഫോളോവേഴ്സ് എന്ത് പറയാനുള്ളത്? നിങ്ങളെ ഫോളോവേഴ്സിനോട് പറയാനുള്ളത് സാഹിബിനെ നല്ലോണം നോക്കിക്കൊണ്ടിരുന്നോളൂ. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, നമ്മളെ മോഹബത്താണ്. താങ്ക് യു. ബൈ ബൈ. പോട്ടെന്നാ ഞാൻ പോവാ. എന്തൊക്കെ പറഞ്ഞാലും ഹെവി ഒരു എനർജി തന്നെയാണ് ഈ നമ്മുടെ 3 ദിവസം പോയതറിഞ്ഞില്ല. ഞങ്ങളിനി വലിയ യാത്രകളുള്ള കാരണം വലിയ യാത്രാപറച്ചുകളൊന്നുമില്ല. എന്തായാലും നമ്മുടെ സ്കോട്ട്ലാൻഡ് വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. പ്രത്യേക സന്തോഷം. ഞാൻ വിചാരിച്ചേക്കാളും അടിപൊളി സ്ഥലമാണ്. നിങ്ങൾ UK യിലുള്ള ആൾക്കാർ ഇതുവരെ എത്തിയില്ലെങ്കിൽ, ഒരു ഇതൊക്കെ ആൾക്കാർ എത്തിയിട്ടുണ്ടാവും. ഞാൻ അവസരം വന്നിട്ടുണ്ടാവും. പക്ഷേ ആരും എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വന്നോളൂ. ഏതെല്ലാം ലെവല് കൾച്ചറൽ ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും, ഈ ഫുഡ് ആണെങ്കിലും ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും വേറെ റേഞ്ച് സ്ഥലമാണ്. ഞങ്ങളിപ്പോൾ ഹോസ്റ്റലിലൊക്കെ ആയിരുന്നു ഫുഡൊക്കെ വെച്ച് കഴിക്കലുണ്ടായത്. അല്ലെങ്കിൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ആൾക്കാർ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. നമ്മളിപ്പോഴും ഞാൻ നമ്മൾക്ക് പറഞ്ഞ നമ്മുടെ ഇടുമ്പറങ്ങനെ ക്രിസ്മസ് മാർക്കറ്റിലൊക്കെ നമ്മൾ ഫേമസ് ആയിട്ട് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നല്ല കേട്ടോ. 365 ദിവസം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കിട്ടുന്ന സ്പോട്ടാണ്. അപ്പോൾ സ്കോട്ട്ലാൻഡിൽ നിന്ന് ടീം ട്രാവലിസ്റ്റ് ഇവിടെ പറയുന്നത് അടുത്ത ഒരു ഇൻ്റർനാഷണൽ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും. അടുത്താണ് നമ്മുടെ ആമസോൺ സൗത്ത് അമേരിക്ക ട്രിപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യണു. വലിയ വലിയ യാത്രകളൊക്കെ പിന്നാലെ വരുന്നുണ്ട്. അടുത്ത ദിവസം നമുക്കൊരു വിസ കിട്ടുമോ കിട്ടില്ല നോട്ടെ. കിട്ടുകയാണെങ്കിൽ ആ വീഡിയോ ആയിട്ട് വരാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഈ സീരീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോ കേട്ടോ. ട്രാവലിസ്റ്റ.